ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനൽ ഈസ് സെറ്റ്. ആഴ്സണൽ വേഴ്സസ് PSG. ആഴ്സണലിന്റെ ഫുട്ബോളിനെ നിങ്ങൾ ഹറാം ബോൾ എന്നോ ടെറർ IST എന്നോ ബാക്ക്വേർഡ് ഫുട്ബോൾ എന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചോ, റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ nobody cares, especially ആഴ്സണൽ ഫാൻസ് don't care. ഒരിപ്പോ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലിലെത്തി ബ്യൂട്ടിഫുൾ ഫുട്ബോൾ കളിച്ച ബയൺ മ്യൂണിക്, അല്ലെങ്കിൽ ഈ ഒരു സീസണിലെ ബെസ്റ്റ് ക്ലബ്ബ് എന്ന് വിശേഷിപ്പിച്ച ബയൺ ആ ഒരു പൊസിഷനിൽ എത്തിയിട്ടില്ല. കാരണം എന്താ, ഒരു PSG-ക്കെതിരെ സെക്കൻഡ് ലെഗില് 1-1, അതായത് 5-6 എന്നുള്ള അഗ്രിഗേറ്റ് സ്കോറില് ബയൺ തോറ്റ് പുറത്തായിട്ടുണ്ട്. ഫസ്റ്റ് ലെഗിന്റെ കണ്ടിന്യൂവേഷൻ ആണ് ഈ ഒരു മാച്ച് എന്ന് തോന്നിക്കുന്ന വിധത്തില് മാച്ചിന്റെ 3-ാം മിനിറ്റിൽ തന്നെ ക്വറഷ്കേലിയുടെ അസിസ്റ്റ് ആൻഡ് ഡെംബെലയുടെ ഗോൾ. ആ ഒരു ഗോൾ കണ്ടപ്പോൾ നിങ്ങളെല്ലാവരും പോലെ ഫസ്റ്റ് ലെഗിന്റെ സിമിലർ ആയിട്ടുള്ള ഒരു മാച്ച് നമുക്ക് കിട്ടാൻ പോവാന്നൊക്കെ തോന്നിയെങ്കിലും അതിനുശേഷമുള്ള PSG-യുടെ പെർഫോമൻസ്, എക്സ്പെഷ്യലി അവർ എത്രത്തോളം ഓർഗനൈസ്ഡ് ആയിട്ട് ഡിഫെൻഡ് ചെയ്തു, എത്രത്തോളം താല്പര്യത്തോടെ ഡിഫെൻഡ് ചെയ്തു എന്നുള്ള ഒരു കാര്യം ഉണ്ടല്ലോ ഗൈസ്. അതാണ് ഗെയിം മാനേജ്മെന്റ് ഈ ഒരു മാച്ചിൽ പക്ക ആയിരുന്നു കഴിഞ്ഞ മാച്ചിനെ വെച്ച് നോക്കുമ്പോൾ. അതാണ് ഞാൻ ആ ഒരു വീഡിയോയിൽ അന്ന് തന്നെ പറഞ്ഞത്. 5-2 എന്നുള്ള ഒരു ലീഡിലെത്തിയപ്പോൾ PSG ഇച്ചിരി കൂടെ കെയർഫുൾ ആയിരുന്നെങ്കിൽ ഈ ഒരു സെക്കൻഡ് ലെഗിൽ ഒരു ടെൻഷനും ഇല്ലാതെ അവർക്ക് കളിക്കേനു. ഹാരി കെയ്ൻ ആ ഒരു ലാസ്റ്റ് മിനിറ്റിൽ ഗോളൊക്കെ അടിക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, കളി 5-6 അതിന് മുന്നത്തെ ആ ഒരു ജാവോ നെവസിന്റെ പെനാൾട്ടി ഇൻസിഡന്റ്, അതുപോലെ അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. വളരെ ക്ലോസ് ആയിട്ട് ബയൺ വന്ന് പോയ കുറെ മൊമെന്റ്സ് ഉണ്ട്. അതൊക്കെ ഗോളായിട്ടുണ്ടായിരുന്നെങ്കിൽ PSG ഇങ്ങനെ ആലോചിക്കും, അന്ന് നമ്മൾ ഇച്ചിരി കെയർഫുൾ ആയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരൂല എന്നുള്ളത്. ഐ മീൻ ഇപ്പോൾ അവർക്ക് അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം കളി ജയിച്ചവർ ഇപ്പോൾ ഫൈനലിൽ എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ലെഗില് 0 സേവ്സ് നടത്തി കുറെ അധികം ക്രിറ്റിസിസം ഏറ്റുവാങ്ങേണ്ടി വന്ന മാനുവൽ ന്യൂയർ ഈ ഒരു മാച്ചില് ആളുടെ ബോക്സ് നിന്ന് ബയൺ ബോക്സ് നിന്ന് മാത്രം 4 ഷോട്ടാ സേവ് ചെയ്തത്. ആള് ഡിഫൻസില് ബോൾ കീപ്പ് ചെയ്ത് പൊസിഷൻ ബിൽഡ് ചെയ്യാനൊന്നും നോക്കാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല, കിട്ടുന്ന ബോളൊക്കെ അടിച്ചു വിടുകയും. ബയന്റെ ഭാഗത്ത് ലൂയിസ് ഡിയാസിന്റെ പാഷനും ഒലീസയുടെ നോൺഷലാൻഡ്നെസ്സും ഹാരി കെയ്ന്റെ ആ ഒരു എബിലിറ്റിയും എല്ലാം ഒരു മാക്സിമം കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇത് കാണിക്കാത്ത പ്രശ്നമൊന്നുമല്ല. പക്ഷേ ഫസ്റ്റ് ലെഗിലെ പോലെ PSG അവർ ഡിഫൻസ് അത്ര ഓപ്പൺ ആക്കി കൊടുത്തില്ല എന്ന് മാത്രമല്ല, ചില സിറ്റുവേഷൻസിലെ പാച്ചോനെ പോലുള്ള ഡിഫൻഡേഴ്സ് അത്രക്കും ബ്രില്യൻ്റ് ആയിട്ടുള്ള കുറെ ഡിഫൻസീവ് ആക്ഷൻസ് കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒബ്വിയസ്ലി PSG-യുടെ ഫ്രണ്ട് 3, എക്സ്പെഷ്യലി ക്വിച്ച, ആള് അത്രയും അടിപൊളിയായി കളിച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു ലെഫ്റ്റ് വിങ്ങില് ഉപ്പമക്കാനൊക്കെ ആണെങ്കിലും റൈറ്റ് ബാക്കിനാണെങ്കിലും നന്നായിട്ട് പണി ആൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്കറിയാം നിങ്ങൾ ആരും മാച്ച് റിവ്യൂ കേൾക്കാനൊന്നും എല്ലാം ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ടെന്ന്. എല്ലാ ബിഗ് മാച്ചസിൽ വരുന്ന പോലെ തന്നെ കോൺട്രവേഴ്സീസ്, ഏത് ടീമാണോ തോൽക്കേണ്ടത് ഓർക്ക് വേണ്ടിയിട്ട് അവരുടെ ഫാൻസും മറ്റേ ക്ലബിനെ ഇഷ്ടപ്പെടാത്ത ആളുകളും എല്ലാവരും കൂടെ ചേർന്ന് റോബറി എന്നുള്ള ഒരു സംഭവം കൊണ്ടുവരും. ഈ ഒരു മാച്ചിലും അതുണ്ടായിട്ടുണ്ട്. ആൻഡ് അങ്ങനെ പറയുന്നതിൽ ഞാൻ ഓരോ കുറ്റം പറയുന്നില്ല കേട്ടോ, കാരണം ചില ഡിസിഷൻസ് ക്വസ്റ്റ്യനബിൾ ആയിരുന്നു. അതിൽ ഒന്നാമത്തത് ജാവോ നെവസിന്റെ ആ ഒരു ഹാൻഡ് ബോൾ, വിറ്റീനാരോ ക്ലിയർ ചെയ്ത ബോള് PSG-യുടെ ബോക്സിൽ വെച്ചിട്ട് ജാവോ നെവസിന്റെ കയ്യിൽ തട്ടി. പക്ഷേ ഐ ആം സോറി, അവിടെ റെഫറിയുടെ ഡിസിഷൻ ഒരു തരത്തിൽ കറക്റ്റാ, കാരണം അത്രയും റെയർ ആയിട്ട് നടക്കുന്ന ടൈപ്പ് ഓഫ് ഇൻസിഡന്റ് അത്. ആൻഡ് റൂൾ ബുക്ക് അനുസരിച്ചിട്ട് ആ റെഫറി എടുത്തതാണ് ഡിസിഷൻ, അതൊരു പെനാൾട്ടി അല്ല, അങ്ങനെ പെനാൾട്ടി കൊടുക്കാറില്ല. ഈ ഒരു ഹാൻഡ് ബോൾ ഇൻസിഡന്റിന്റെ തൊട്ട് മുന്നേ മറ്റൊരു ഇൻസിഡന്റ് കൂടെ ഉണ്ടായിരുന്നു. ന്യൂൻമെൻഷിന്റെ കയ്യിൽ തട്ടിയതിന് ഇവർ സെക്കൻഡ് യെല്ലോ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പീൽ ചെയ്യുമ്പോൾ റെഫറി നേരെ ഫൗള് PSG-ക്ക് അനുകൂലമായിട്ട് കൊടുത്തു. നൂനോയുടെ കയ്യിൽ തട്ടുന്നതിന് മുന്നേ ലൈമറിന്റെ കയ്യിൽ തട്ടിയിട്ടുണ്ട് എന്നുള്ള ഒരു കാരണം വെച്ചിട്ടാണ് റെഫറി അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു എന്നൊക്കെ പറയുന്നു. പക്ഷേ റീപ്ലേസ് ഒക്കെ നോക്കുമ്പോൾ അത് അത്ര പക്കാവൊന്നുമല്ല. റെഫറി എങ്ങനെ അത് കണ്ടതെന്ന് എനിക്കറിയില്ല. ബട്ട് എഗെയിൻ അതും ഒരു ക്വസ്റ്റ്യനബിൾ ഡിസിഷൻ ആണ്, അല്ലാതെ റോബറി എന്ന് പറയാൻ മാത്രം ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഇവിടെ ഉള്ളൊരു സംഭവം എന്താണെന്നറിയോ, നൂനോക്ക് ഓൾറെഡി 8-ാം മിനിറ്റിലൊരു യെല്ലോ കിട്ടിയതാ. റെഫറി ബയൺ അനുകൂലമായിട്ടാണ് ഡിസൈഡ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ സെക്കൻഡ് യെല്ലോ ആൻഡ് റെഡ് കാർഡ്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഏകദേശം 60 മിനിറ്റോളം PSG 1 മാൻ ഡൗൺ ആയിട്ടൊക്കെ കളിക്കേണ്ടി വന്നേനെ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് അറിയാലോ, കളിയുടെ ഓവറോൾ ഔട്ട്കം എന്തായാലും നല്ല ചേഞ്ച് വരും. എക്സ്പെഷ്യലി ഒലീസെ വേഴ്സസ് ന്യൂൻമെൻഷ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ എന്തായാലും ഇനി അതൊന്നും പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. കളി കഴിഞ്ഞു, ബയൺ പുറത്തായി, PSG ഫൈനലിലെത്തി ആൻഡ് ദേ വിൽ ഫേസ് ദ മൈറ്റി ആസ്ന. ഗൈസ്, എത്രയൊക്കെ നമ്മൾ കളിയാക്കി അല്ലെങ്കിൽ ഓരോ ഫുട്ബോളിലെ കുറ്റം പറഞ്ഞാൽ പോലും എന്താ ഇപ്പൊ പറയാ,
അവര് ജയിച്ചു. ഓക്കെ, സെയിം ടൈപ്പ് ഓഫ് ഫുട്ബോൾ കളിക്കുന്ന അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ അടിക്കേണ്ട ഒരു ഗോൾ അടിച്ച് ഒരു നന്നായിട്ട് ഡിഫെൻഡ് ചെയ്ത് കളി ഒരു ജയിച്ച് ഒരു ഫൈനലിൽ എത്തി. ഇനിയിപ്പോൾ ബാക്കിയുള്ള ആൾക്കാരെ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഫുട്ബോൾ സ്റ്റൈൽ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. വേണ്ട പോലെ ഒരു കളിക്കുണ്ട്, ഒരു ജയിക്കുണ്ട്. ആൻഡ് PSG-ക്കെതിരെയും നന്നായിട്ട് ഡിഫെൻഡ് ചെയ്ത് ഒരു ഗോൾ അടിച്ചാലും ഒരു ഫൈനലിൽ ജയിക്കാം. പിന്നെപ്പോൾ എന്താ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ മാച്ചിലും കോൺട്രവേഴ്സീസും കംപ്ലൈൻസും റെഫറി മിസ്റ്റേക്സ് അത് ഇത് എന്ന് പറഞ്ഞു വരും തോൽക്കുന്ന ടീമിന്റെ ഭാഗത്തുനിന്ന്. ഐ മീൻ, ഇനിയിപ്പോൾ ഒരു പറഞ്ഞതിൽ സത്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും അവിടെ റെഫറിയും വാർ ഒഫീഷ്യൽസും നോക്കാത്ത കാര്യം നമ്മളിവിടെ കടന്ന് പിന്നെയും കളി കഴിഞ്ഞ് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. അത്ലറ്റിക്കോന്റെ ആളുകൾ കംപ്ലൈന്റ് കൊടുത്തു എന്നൊക്കെ കേൾക്കണു. അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ആഴ്സണൽ വേഴ്സസ് PSG അതന്നെയാവും ഫൈനൽ. ആൻഡ് നിങ്ങളുടെ ഒപ്പീനിയനും കാര്യങ്ങളും ഫൈനലിനെ പറ്റിയിട്ട് നിങ്ങളുടെ എക്സ്പെക്ടേഷൻസും എല്ലാം കമന്റ് ചെയ്യാം. ഇതിന്റെ പ്രഡിക്ഷൻസ് മൊത്തത്തിൽ മൂഞ്ചിയിട്ടുണ്ടായിരുന്നു. ബൈ.